ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജയാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു മഷ്റൂം ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ മഷ്റൂം എന്നൊക്കെ പറഞ്ഞാൽ അറിയില്ല, ഒരുപാട് പ്രോട്ടീൻ ഉള്ളതാണ്, മാംസ്യം ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ ഗ്രീൻ പീസ്, ഇപ്പോൾ ഗ്രീൻ പീസ് ഇല്ലാതെയും വെറും മഷ്റൂം വെച്ചിട്ടും ഈ കറി നമുക്ക് നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ മഷ്റൂമുള്ള സീസണിലൊക്കെ കുറേ വില കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ മഷ്റൂം ഉണ്ടാക്കിയെടുക്കാം. നല്ല സ്വാദാണത്. ചപ്പാത്തിക്കൊപ്പം പുലാവിനൊക്കെ ഒപ്പം കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണിത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ, ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള റഫ്ലി ചോപ്ഡാണ്. അത് കുറേ ചെറുതായിട്ട് അരിയേണ്ട കാര്യമൊന്നുമില്ല. ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ നിങ്ങൾ ഒഴിക്കുമ്പോൾ ചേർത്താൽ മതി, അല്ലെങ്കിൽ മസ്റ്റാർഡ് ഓയിൽ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റിഫൈൻഡ് ഓയിൽ വെച്ചാൽ അത് ചേർത്തോളൂ. വെളിച്ചെണ്ണ ചേർക്കില്ല അതിൽ. പിന്നെ 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചേർക്കണം. ഞാനിവിടെ 1 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ 2 പച്ചമുളക്. ഒരു 5-8 അല്ലി ചെറിയ അല്ലി വെളുത്തുള്ളിയാണത്. ചൈനീസ് വെളുത്തുള്ളി അല്ല, ചെറിയ അല്ലി വെളുത്തുള്ളിയാണ്. എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊന്ന് ജസ്റ്റ് ഇതിൻ്റെ ആ റോ ടേസ്റ്റ്, ആ പച്ചമണം ഒന്ന് മാറുക വേണ്ടു. വഴറ്റിയെടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ചൂടാക്കിയിട്ട് ആ പച്ചമണം ഒന്ന് മാറുക, അത്ര വേണ്ടു. ഇതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 3 തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത തക്കാളിയാണ്. നിങ്ങളുടെ കയ്യിൽ വല്ലാതെ കൂടുതൽ പുളിയുള്ള തക്കാളി വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്യുക. ഒന്ന് റഫ്ലി വെറുതെ ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ടാൽ മതി, അല്ലാതെ പിന്നെ ചെറുതായി അരിയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് അരച്ചെടുക്കാനുള്ളതല്ലേ. ഇതിലേക്ക് ഒരു 8-10 കാഷ്യൂ ചേർക്കാം. കാഷ്യൂ നട്ട്, നമ്മുടെ അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഈ അണ്ടിപ്പരിപ്പ് ഇതിൽ ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ല ചേർക്കാച്ചാൽ ഒരു നിർബന്ധവും ഇല്ല. അല്ലാതെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. അപ്പം അതൊന്നൊരു പ്രശ്നമല്ല. നമുക്ക് ഉള്ളത് വെച്ചിട്ട് അടിപൊളി കറി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ തക്കാളിയും സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇത്ര വേണ്ടു. ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് തണുത്തിട്ട് നമുക്ക് മിക്സിയിൽ അടിക്കണം. അപ്പോൾ നിങ്ങൾ അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ ഫാറ്റാണ് വിചാരിച്ചിട്ട് അണ്ടിപ്പരിപ്പ് ഒഴിവാക്കരുത്. അണ്ടിപ്പരിപ്പ് ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് വേണ്ട സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 5-8 അണ്ടിപ്പരിപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ഒരു വീട്ടിൽ 4-5 പേര് ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ എത്രത്തോളം നമ്മുടെ ശരീരത്തിൽ വളരെ കുറച്ചല്ലേ അകത്തുള്ളൂ. പിന്നെ നട്ട്സൊക്കെ വളരെ നല്ലതുമാണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ് ഈ നട്ട്സൊക്കെ. അപ്പോൾ അതൊരു ഫാറ്റാണ് വിചാരിച്ചിട്ട് അവോയ്ഡ് ചെയ്യരുത്. കറിക്കൊരു ടേസ്റ്റ് കിട്ടുന്ന സംഭവമാണ്. അല്ല, നമ്മുടെ കയ്യിൽ ഇല്ലയെന്ന് വിചാരിച്ചാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം, കുഴപ്പമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം മിക്സിയിൽ നന്നായിട്ട് ഇത് അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക്. കടായിൽ തന്നെ ഞാൻ ഒരു 2-3 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണ്ടച്ചാൽ എണ്ണ ഒഴിക്കാം. അതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് ജീരകം ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകം, നമ്മുടെ നല്ല ജീരകം. പിന്നെ നിങ്ങളൊക്കെ പറയാൻ തോന്നുന്നു നല്ല ജീരകം. ഞാൻ പൊതുവെ ജീരകം എന്ന് മാത്രമേ പറയാറുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. സാധാരണ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാതെ നേരിട്ടിട്ട് മുളക് പൊടി ഇതിലേക്ക് ഇടാറ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് കായം, നമ്മുടെ സാമ്പാറിൻ്റെ കായല്ലേ, ഇത് ഓപ്ഷനിലാട്ടോ. അത് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട. എനിക്ക് ഇഷ്ടമാണ് അത് ഇടുന്നത്, കാരണം പിന്നെ അത് വയറിനൊക്കെ വളരെ നല്ലതാണ്. ഒരു ചെറിയൊരു നുള്ളിടാവും. കൂടുതലും അതിൻ്റെ മണമൊന്നും നമുക്കങ്ങനെ പുറമേക്ക് എടുക്കാൻ പാടില്ല. പറഞ്ഞാൽ എന്താ പറയുക, മീതെ വരാൻ പാടില്ല. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോണത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്ത്, കാരണം പൊടികൾ കരിയണ്ട വെച്ചിട്ടാണ്. ഞാൻ സാധാരണ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒന്നിച്ച് ഇടാറ പതിവ്. അപ്പോൾ നിങ്ങളിടുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ലൊരു കളറ് കിട്ടും, മുളക് പൊടിയൊക്കെ നേരിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്തോളൂ.
ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതൊട്ടും എരിവില്ല. അപ്പോൾ ഞാനൊരു വലിയൊരു സ്പൂണ് ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂണ് എന്തായാലും ചേർക്കുന്നുണ്ട്. ഒരു കളറും കിട്ടും കറിക്ക്. ഞാനിത് ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിക്കുക. അതാ എണ്ണയിൽ ഇങ്ങനെ മൂക്കും. ഇത് ഇപ്പോൾ എണ്ണയിലുള്ള ചൂടിലൊരു നന്നായിട്ട് മൂത്തോളൂ. ഓക്കെ, ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു. അപ്പം നിങ്ങൾക്ക് കരിയാതെ ഇടാൻ ധൈര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് പൊടികൾ ഇട്ടാൽ മതി. ഓക്കെ, ഈ അരച്ച് വെച്ച പേസ്റ്റ് ഇപ്പോൾ ഇത് മൂത്തിരിക്കുന്നു. പച്ച മണമൊക്കെ മാറി. അരച്ച് വെച്ച പേസ്റ്റ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. നമ്മൾ സവാളയൊക്കെ കൂടി അരച്ച് വെച്ചില്ലേ, ആ പേസ്റ്റ്. ആവശ്യത്തിനുള്ള ഉപ്പ് ആദ്യമേ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് വേണ്ടത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് എണ്ണ തെളിയണ വരെ നന്നായിട്ടിത് വഴറ്റണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോഴാണ് ആ മസാല നന്നായിട്ട് അങ്ങനെ മൂത്ത് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 200 ഗ്രാം മഷ്റൂം സ്ലൈസ് ചെയ്തതാണ്. അപ്പോൾ മഷ്റൂം പറഞ്ഞാൽ നമ്മുടെ കൂണ്. ഈ കൂൺ നന്നായി ക്ലീൻ ചെയ്യണം. ഞാനിപ്പോൾ 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് വാങ്ങി. ഞാൻ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വളരെ കനം കുറച്ചിട്ടാണ് ഞാൻ സ്ലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇത് ഞാൻ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണത്. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ അതിൽ വല്ല വിഷാംശം ഉണ്ടെങ്കിൽ അതെല്ലാം മഞ്ഞൾപ്പൊടി നമ്മളിട്ടിട്ട് ക്ലീൻ ചെയ്യുന്നതിലൂടെ ഒക്കെ പോവും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ ഇതിൻ്റെ കൂടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിത് അവസാനമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫ്രഷ് ഗ്രീൻ പീസാണ്, അല്ലെങ്കിൽ പച്ചപ്പട്ടാണി കുതിർത്തി ഇതാണ് വെച്ചാൽ ഇതിൻ്റെ കൂടെ ചേർക്കാം. പക്ഷേ പച്ചപ്പട്ടാണി ചേർക്കുമ്പോൾ വേവിച്ചതാണ് ചേർക്കാവൂ. മഷ്റൂമിൻ്റെ കൂടെ ചേർത്താൽ അത് വെന്ത് കിട്ടില്ല, അതിന് മാത്രം വേവ് ഉണ്ടാവില്ല. അപ്പോൾ അത് ആദ്യം വേവിക്കണം. പിന്നെ നമ്മൾ ഫ്രഷ് ഗ്രീൻ പീസ് അല്ലെങ്കിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കുന്ന ആ ഒരു ടേസ്റ്റ് പച്ചപ്പട്ടാണിക്ക് കിട്ടുമെന്ന് അറിയില്ല എനിക്ക്. അത് പച്ചപ്പട്ടാണി ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ പച്ചപ്പട്ടാണി വെച്ചാൽ കുറച്ച് ചേർത്താൽ മതി. ഇതിപ്പോൾ ഗ്രീൻ പീസ് അല്ലെങ്കിൽ പച്ചപ്പട്ടാണി ഇല്ലാതെ വെറുതെ മഷ്റൂം മാത്രം ചേർത്തിട്ടും നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അത് മഷ്റൂം മാത്രം ചേർത്തിട്ടും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള തിളച്ച വെള്ളമാണ് ചേർക്കാൻ പോകുന്നത്. ചൂടുള്ള വെള്ളം തന്നെ ചേർക്കാൻ ശ്രദ്ധിക്കുക. ഇത് പൊതുവെ അങ്ങനെ കുറച്ചൊരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് കറിയുടെ ഉണ്ടാവുക. അങ്ങനെ വല്ലാതെ ലൂസായിരിക്കില്ല. അപ്പോൾ ആ ഒരു ഇതിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കാം. നമ്മളൊക്കെ അരച്ച് ചേർത്ത കാരണം കറി നല്ലൊരു കൊഴുങ്ങനെ അങ്ങനെ ഇരിക്കും. അപ്പോൾ വേണ്ട വെള്ളം ചേർക്കുക. 1 കപ്പ് ചേർക്കേണ്ടി വരും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മഷ്റൂം ഒന്ന് വേവിക്കാം. ഇത് മഷ്റൂം ഏതാണ്ടൊക്കെ വെന്ത് വന്നിരിക്കുന്നു. ഒരു 3-4 മിനിറ്റ് ആയിരിക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് ചേർക്കുകയാണ്. അന്ന് ഞാൻ കാണിച്ചില്ലേ ഫ്രോസൺ ഗ്രീൻ പീസ്, അതുപോലെ ഞാൻ ഉണ്ടാക്കി വെച്ചതാണത്. അപ്പോൾ അത് ചേർത്തു. ഇപ്പോൾ ഗ്രീൻ പീസിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. 1/2 കപ്പ് വരെ ഇതിൽ ചേർക്കാം. കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല, അത് നമ്മളുടെ ഇഷ്ടമാണ്. ഇനി നന്നായിട്ട് ഒരു 3-4 മിനിറ്റും കൂടി അടച്ചു വയ്ക്കുക. ഗ്രീൻ പീസ് ഇത് കുക്കാവാനൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണ തെളിയേ വേണ്ടു. അപ്പോൾ അത് ഒന്നിച്ച് അത് കുക്കായിക്കോളും ഒരുമിച്ച്.
നമുക്കിത് ഒന്നും കൂടി അടച്ചു വെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് എണ്ണ തെളിഞ്ഞാൽ മതി. അതാ നമ്മുടെ കറിയൊക്കെ റെഡിയായി. അപ്പം മഷ്റൂമും അതുപോലെ തന്നെ ഗ്രീൻ പീസൊക്കെ പാകത്തിന് കുക്കായിട്ടുണ്ട്. അപ്പം ഇത് മതി, കറിയൊക്കെ പാകമായിരിക്കുന്നു. നമുക്ക് അവസാനം ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂണ് ചേർക്കാം. അപ്പോൾ നമുക്ക് എത്ര ഗരം മസാലയുടെ ആ ഫ്ലേവർ ഇഷ്ടച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു സ്റ്റേജിൽ കുറേ അങ്ങനെ നമ്മുടെ എണ്ണ തെളിഞ്ഞിട്ട് നിൽക്കുകയൊന്നുമില്ല. നമ്മൾ അതിനനുസരിച്ചല്ലേ ഇപ്പോൾ എണ്ണ ചേർത്തിട്ടുള്ളൂ. ഒരു മഷ്റൂം വേവാൻ 5 മിനിറ്റ് മതി. മഷ്റൂം ഇനി നമുക്ക് ഇതിലേക്ക് അവസാനം ഉലുവയില, കസൂരി മേത്തി 1 സ്പൂൺ ചേർക്കാം. കസൂരി മേത്തി ഇതുപോലെ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഞെരടി കൊടുക്കുക. എന്നിട്ട് ഇതിലിട്ടാൽ മതി. കസൂരി മേത്തി പറഞ്ഞാൽ ഉലുവയില ഉണക്കി പൊടിച്ചതാണ്, ഉണക്കിയതാണ്. അപ്പോൾ അത് എല്ലായിടത്തും കിട്ടണമെന്നില്ല. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ നന്നായിട്ട് കൂട്ടും, നല്ലതാണ് ഉലുവയില. അപ്പോൾ ഇതിപ്പോൾ ഇല്ലെങ്കിലും കറിക്ക് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല, നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ ഇത് ഇല്ലാതെ ഉണ്ടാക്കാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതിന് പകരം മല്ലിയില ചേർത്താൽ മതി. അവസാനം കുറച്ച് മല്ലിയില ചേർക്കുക. അപ്പോൾ കസൂരി മേത്തി നിർബന്ധമില്ല കേട്ടോ. കസൂരി മേത്തി ഇല്ലാതെ നല്ല ടേസ്റ്റ് തന്നെയാണ്, ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ ഒരു തിക്നെസ് ആണ് ഞാനിപ്പോൾ വയ്ക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക്, ഇതാണ് അതിൻ്റെ ആ ഒരു പാകം. അല്ലാതെ ഇങ്ങനെ ഗ്രേവി ആവില്ല. അപ്പോൾ എല്ലാം നോക്കി, എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല സൂപ്പർ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. Thank you.